ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം അതിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായി. 12 ദിവസമാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആക്രമണം ഉണ്ടായത്. വളരെ പെട്ടെന്ന് അമേരിക്ക ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അന്നും തന്നെ ലോകത്തിന് സംശയം എന്തായിരുന്നു അമേരിക്കയുടെ ഒരു നീക്കത്തിന് പിന്നിൽ. ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നു. അതായത് ഇറാൻ അമേരിക്കയുടെ ഉച്ചിക്കൊരു അടി കൊടുത്തു. ആ അടിയോടുകൂടി അമേരിക്ക പതറിപ്പോയി. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് യുദ്ധം നിർത്താൻ പോയത്. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ആക്രമിച്ച് നശിപ്പിച്ചു ഇറാൻ എന്നതിൻ്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നു. ചുരുക്കം പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്ക ആർമിയുടെ താക്കോൽ സ്ഥാനമെന്നറിയപ്പെടുന്ന ഖത്തറിലെ സ്വതന്ത്ര ആശയങ്ങളൊക്കെ വിനിമയം ചെയ്യുന്ന ഒരു കേന്ദ്രത്തിന് നേരെ ആക്രമണം. അതായത് ഒരു താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള കെട്ടിടത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ 13ഓളം മിസൈലുകൾ അല്ലെങ്കിൽ ഒരു 14ഓളം മിസൈലുകൾ ഇറാൻ അമേരിക്കയ്ക്ക് നേരെ അയച്ചു. അതിൽ 13 എണ്ണവും അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ഖത്തറിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനവും പ്രതിരോധിച്ചിരുന്നു. പക്ഷേ ഒരു മിസൈൽ അവരെ കടന്നുപോയി. അന്ന് അമേരിക്ക പറഞ്ഞത് ഒരെണ്ണം ലക്ഷ്യസ്ഥാനത്തേക്കായിരുന്നില്ല, പുറത്തേക്ക് എവിടെയോ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിച്ചു. പക്ഷേ അതല്ല സംഭവിച്ചത്. ഇറാൻ തുടർച്ചയായി മിസൈലുകൾ അയക്കുന്നു. ഇതെല്ലാം തന്നെ പാഴ് മിസൈലുകൾ എന്ന് പറയാം, കാരണം വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന ശക്തി കുറഞ്ഞ മിസൈൽ. ഇതിൻ്റെ കൂട്ടത്തിൽ വളരെ പവർഫുള്ളായ ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി വിടും. അപ്പം പവറില്ലാത്ത കുറേ മിസൈലുകൾ വരുമ്പോൾ ഇതിനെയെല്ലാം വളരെ നിഷ്പ്രയാസം എതിർ രാജ്യം തടുക്കും. വളരെ പെട്ടെന്ന് പവർഫുള്ളുള്ള വളരെ വേഗതയുള്ള ബാലിസ്റ്റിക് മിസൈൽ വരുമ്പോൾ അവരുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകരും. എന്ന് പറഞ്ഞാൽ അമേരിക്ക ലോകത്തെ വിവിധ ഭാഗങ്ങളിലായുള്ള ഉദ്യോഗസ്ഥരും അമേരിക്കൻ ആർമിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ വേണ്ടി 2016 ഒരു ജിയോഡെസിക് ഡോം ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു ആശയവിനിമയ കേന്ദ്രം സ്ഥാപിച്ചു. ഇതാണ് മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രധാന കേന്ദ്രം. അപ്പോൾ അമേരിക്ക ഇങ്ങനെ സ്ഥാപിച്ച കേന്ദ്രത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ കേടുപാടുണ്ടായി. എന്ന് പറഞ്ഞാൽ $15 മില്യൺ നഷ്ടമാണ് അമേരിക്കയ്ക്കുണ്ടായത്. ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായതോടുകൂടി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഭയന്നുപോയി. അതോടുകൂടി വളരെ പെട്ടെന്ന് ഇടപെട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ട്രംപ് അന്ന് പറഞ്ഞത് ഇറാൻ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വിമാനങ്ങളടക്കം അവിടെ നിന്ന് മാറ്റി. ശരിയാണ്, കാരണം US മിലിറ്ററി കമാൻഡിലേക്ക് ബേസ് ഹോമിൽ നിന്ന് പല വിമാനങ്ങളും മാറ്റുകയും ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന സാറ്റലൈറ്റ് ചിത്രം അനുസരിച്ച് ജൂൺ 23 ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയ്ക്ക് പുറത്തുള്ള അൽ ഉദൈദ വ്യോമത്താവളത്തിന് പുറത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു. ആദ്യത്തെ ചിത്രത്തിൽ ഈ പറയുന്ന താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള സുരക്ഷിത ആശയവിനിമയ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡോമിൻ്റെ മനോഹരമായ ചിത്രമുണ്ട്. തൊട്ടടുത്ത ചിത്രത്തിൽ കാണുന്നത് ഇതേ കേന്ദ്രത്തിന് മുകളിൽ ഒരു കറുത്ത പുതപ്പ് വിതച്ചാൽ അല്ലെങ്കിൽ വിരിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാകും, അതിന് സമാനമായ ഒരു ചിത്രം. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആക്രമണത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ കേടുപാടുകൾ ഈ ഡോമിന് സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്ന ചിത്രമാണ്. സാധാരണഗതിയിൽ അമേരിക്കയുടെ 2 പേട്രിയറ്റ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഖത്തറിൻ്റെ ബാറ്ററി സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കണം. അപ്പോൾ ധാരാളം മിസൈലുകൾ വരുന്ന കൂട്ടത്തിൽ ഒരു ഡ്രോണാണ് ഈ ലക്ഷ്യം കേന്ദ്രമാക്കി വന്നതെങ്കിൽ ഈ മിസൈലുകളെ പ്രതിരോധിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിനിടയിലുള്ള ഒരു ഗ്യാപ്പിൽ ഡ്രോൺ ആ പ്രതിരോധത്തെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അതിനെ കടത്തി വെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് വരികയും ഈ പറയുന്ന സുരക്ഷിത ആശയവിനിമയം നടത്തുന്ന ഡോമിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു, അല്ലെങ്കിൽ അതിനെ തകർക്കുകയും ചെയ്തു. അതായിരിക്കാം സംഭവിച്ചത്. പക്ഷേ ഇക്കാര്യം അമേരിക്കയ്ക്ക് പുറത്തു പറയാൻ കഴിയില്ല. കാരണം ഇറാന് മേൽ അമേരിക്ക വലിയ വിജയം നേടിയെന്നാണ് പറയുന്നത്. കാരണം ഫോർദോയിൽ, അതുപോലെ ഇസ്ഫഹാനിൽ, നഥാൻസിൽ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ അമേരിക്ക ആക്രമണം നടത്തി. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളായിരുന്നു. അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചു. ഇതൊക്കെ വെച്ച് വലിയ ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് പറഞ്ഞു അത്ര വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇറാൻ അങ്ങോട്ടേക്ക് ഒരു തിരിച്ചടി കൊടുത്തപ്പോൾ ആ തിരിച്ചടി എന്ന് പറയുന്നത് കൊള്ളേണ്ട സ്ഥലത്ത് കൊടുത്തു. അപ്പോൾ അമേരിക്ക എത്ര വലിയ ശക്തിയുള്ള രാജ്യമാണെങ്കിലും എത്രത്തോളം പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതാണെങ്കിലും കൃത്യമായി അടിക്കാൻ അറിയാവുന്ന ഒരു എതിർ രാജ്യമുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വമ്പൻ അടി കൊടുക്കാൻ സാധിക്കും. ഇതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും
പാഴ് മിസൈലുകൾ എന്ന് അറിയപ്പെടുന്ന പവർ കുറഞ്ഞ മിസൈലുകളെ പ്രതിരോധിച്ചിട്ടും വളരെ തന്ത്രപരമായ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഡോമിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ സാധിച്ചു. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് ന്യൂസ് ചാനലാണ് ഇറാൻ ഇൻ്റർനാഷണലിലൂടെ പുറത്തേക്ക് വിട്ടത്. മാത്രമല്ല ഇന്ത്യയിലും ഇറാൻ എംബസി ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ എക്സിലൂടെ പുറത്തു വിടുന്നുണ്ട്. ഇതോടുകൂടി ലോകത്തെ മുഴുവൻ മീഡിയയ്ക്ക് മുമ്പിലും ഈ ചിത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ചെറിയ പരിക്കല്ല ഉണ്ടായത്, വലിയ പരിക്ക് തന്നെയാണ് ഉണ്ടായത്. $15 മില്യൺ നഷ്ടമുണ്ടായതോടുകൂടി ട്രംപും പ്രതിരോധത്തിലായി. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ ഇസ്രയേലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആക്രമണത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് കേൾക്കാതെ ട്രംപ് ഇറങ്ങി തിരിച്ചതാണ്. ഇവിടെ എന്ത് സംഭവിച്ചു? ഇസ്രയേലിന് നേരെയും ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അവരുടെ ജെറുസലേമിലെ ചില പ്രദേശങ്ങൾക്ക് നേരെ, തൊട്ടടുത്തുള്ള ബെൻഗുറിയോൺ വിമാനത്താവളത്തിന് നേരെയൊക്കെ നടത്തിയ ആക്രമണം ഇതുപോലെയായിരുന്നു. അതായത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മിസൈലുകളെ തടയുമ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ലക്ഷ്യത്തിന് തകർക്കുന്ന ഒരു തന്ത്രം ഇറാൻ പ്രയോഗിച്ചു. അത് തന്നെ അമേരിക്കയ്ക്ക് നേരെ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം 14 മിസൈലുകൾ വന്നപ്പോൾ 13 എണ്ണവും ഞങ്ങൾ പ്രതിരോധിച്ചുവെന്നും ഒരെണ്ണം ലക്ഷ്യത്തിലേക്ക് അല്ലാത്തതുകൊണ്ട് അതിനെ സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിച്ചു എന്നുമൊക്കെയാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചത്. മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പുറത്തു വിട്ടതോടുകൂടി അമേരിക്കയ്ക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതായത് മോഡേണൈസേഷൻ എൻ്റർപ്രൈസസ് ടെർമിനൽ US പുറത്ത് സ്ഥാപിക്കുന്നത് 2016 എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയിലെ സൈനികർക്ക് വേണ്ട വോയിസ്, അതുപോലെ വീഡിയോ, ഡേറ്റാസ്, വിപുലമായ ആൻറ്റി ജാമിംഗ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജി, ഇതെല്ലാം തന്നെ പങ്കുവെക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള US ഉദ്യോഗസ്ഥർക്കും ആർമിയുടെ നേതൃത്വത്തിനുമൊക്കെ പരസ്പരം ചർച്ച ചെയ്യാൻ, ആശയവിനിമയം നടത്താനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് 2016 ഒരു സുരക്ഷിത ആശയവിനിമയ കേന്ദ്രം ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പുറത്ത് ഖത്തറിൽ സ്ഥാപിക്കുന്നത്. രണ്ടാമതൊരെണ്ണം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്, അത് കുവൈറ്റിലാണ്. എന്തായാലും ഇറാൻ്റെ അറ്റാക്കിനെ അമേരിക്ക കുറച്ച് കാണിച്ചിരുന്നുവെങ്കിലും ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ട ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞിരിക്കുകയാണ്. നാളെ US ഇനി ഇത്തരത്തിലുള്ള സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചെന്നോ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചെന്നോ ഞങ്ങൾ യുദ്ധത്തിൽ വിജയം നേടിയെന്നോ ഒക്കെ പറഞ്ഞ് അവകാശപ്പെടാമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, തകർക്കാൻ കഴിയുന്ന ലക്ഷ്യം ഇറാൻ നേടിയിട്ടുണ്ട്. അവരുടെ താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള സുരക്ഷിതമായ ആശയവിനിമയ കേന്ദ്രമായ ഡോമിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. വലിയ കേടുപാട് വരുത്താൻ ഇറാൻ്റെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അല്ലെങ്കിൽ ഡ്രോണുകൾക്ക് സാധിച്ചു. നമുക്കറിയാം ലോകത്ത് ഡ്രോണുകൾ ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി ഇക്കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അമേരിക്ക വല്ലാതെ ചൂളിപ്പോകുന്നുണ്ട്. ഇത്തരത്തിൽ തങ്ങളുടെ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ സ്ഥാനത്തിന് ആർമി ക്യാമ്പിന് നേരെ, സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നു എന്ന് അമേരിക്കയ്ക്ക് ഇനി സമ്മതിക്കേണ്ടി വരും. ഇത് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അമേരിക്കയ്ക്കുണ്ടാകാവുന്ന ഒരു നാണക്കേട് ഒട്ടും ചെറുതല്ല. മാത്രമല്ല ട്രംപ് ഒരു ബിസിനസ്മാൻ കൂടിയാണ്. $15 മില്യൺ നഷ്ടം തൻ്റെ ഒരു തീരുമാനത്തിലൂടെ രാജ്യത്തിന് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾ, തൻ്റെ പാർട്ടിക്കുള്ളിലുള്ള മറ്റ് നേതാക്കളൊക്കെ തന്നെ ട്രംപിനോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും സമാധാനത്തോടെ കാത്തിരുന്നാൽ അമേരിക്കയെ പോലെയുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഉച്ചയ്ക്ക് തന്നെ അടിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. തന്ത്രപരമായ നീക്കമാണ് ഇറാൻ നടത്തിയത്. സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ അവരുടെ ഈ ആർമിയുടെ ഒരു കേന്ദ്രത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഖത്തറിലെ അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തെ ആക്രമിച്ച് വലിയ കേടുപാടുകൾ നടത്തി, അതിനൊക്കെ തന്നെ കേടുപാടുകൾ വരുത്തി എന്ന് ഇറാൻ ഇനി അഭിമാനിക്കാം. ഇറാൻ്റെ നീക്കം വളരെ മനോഹരവും തന്ത്രപ്രധാനവുമായിരുന്നു. മൊസാദൊക്കെ നടത്തുന്ന ആക്രമണത്തിന് സമാനമായ ആക്രമണം ഇറാൻ നടത്തിയെന്ന് അവർക്ക് അഭിമാനിക്കാം.